എങ്ങനെയുണ്ട് എല്ലാരും മൊഞ്ചായിണ്ടല്ലോ. ഈദ് ഇത് ഹൃദയത്തിന്റെ ആഘോഷം. പട്ടാമ്പിയിൽ LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. നിയോജക മണ്ഡലം തല തിരഞ്ഞെടുപ്പ് കൺവെൻഷനോടെയായിരുന്നു തുടക്കം. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. പട്ടാമ്പി നിയോജകമണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് ഉജ്ജ്വലമായ തുടക്കം കുറിച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ തന്നെ പട്ടാമ്പിയിലാണ് ആദ്യ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടന്നിരിക്കുന്നത്. തൃത്താലക്കൊപ്പം എസോൺ ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു കൺവെൻഷൻ. ആയിരങ്ങളാണ് കൺവെൻഷനിലേക്ക് ഒഴുകിയെത്തിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം NN കൃഷ്ണദാസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളായ രക്ഷിതാക്കളുടെ മുമ്പിൽ മുടങ്ങാതെ കാണിക്കുന്ന ഒരേ ഒരു ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തുള്ളൂ. അതാണ് കേരളത്തിൽ പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ്. ഈ ഗവൺമെന്റിനാണോ നിങ്ങൾ താഴ്ത്തിറക്കാനെന്ന് പറയുന്നത്? അതൊക്കെ കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കാൻ പോകുന്നില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി. പിന്നെ പുതിയൊരു തിയറി വരുന്നുണ്ട്, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അതാണ് പുതിയ തിയറി. പുതിയ തിയറി എന്താണെന്നറിയും? തുടർച്ചയായിട്ട് ഭരിച്ച ഇടതുപക്ഷം കേട് വരും. തുടർച്ചയായിട്ട് ഭരിക്കരുത്. തുടർച്ചയായിട്ട് ഭരിച്ച ഇടതുപക്ഷം കേട് വരും. അവിടെ ഒന്ന് താഴ്ത്തിക്കിറക്കണം. ലക്ഷ്യം ഇടതുപക്ഷത്തെ തോൽപ്പിക്കുക. തുടർച്ചയായിട്ട് ഭരിച്ച ഇടതുപക്ഷം കേടുവന്ന് പോകും എന്നുള്ള പുതിയൊരു സിദ്ധാന്തമുണ്ട്. ഇവർ മറച്ചു വയ്ക്കുന്നത് ഇടതുപക്ഷം തോറ്റാൽ കേരളത്തിലുണ്ടാകുന്ന ഭയാനകമായ അന്തരീക്ഷം. ആ സത്യമാണ് ഇവർ മൂടി വയ്ക്കുന്നത്. നമ്മൾ തോറ്റാൽ കേരള ഇരുട്ടിലാവും. പവർ കട്ട് തിരിച്ചു വരും. റോഡ് പൊട്ടിപ്പൊളിയും. കുടിവെള്ളം ഉണ്ടാവില്ല. പവർ കട്ട് തിരിച്ചു വരും. ആസ്പത്രി മരുന്നുണ്ടാവില്ല. ചെയ്യുന്നതെങ്കിൽ സ്വകാര്യ ആസ്പത്രി പോണ്ടി വരും. പെൻഷൻ മുടങ്ങും. 2000 രൂപ മുടങ്ങും. ഇങ്ങനെ ഭയാനകമായിട്ടുള്ള അന്തരീക്ഷമായിരിക്കും കേരളത്തിൽ. ഇടതുപക്ഷം തോറ്റാൽ സംഭവിക്കുന്നതായിരിക്കും. തോൽക്കണം. ഇടതുപക്ഷം തോറ്റില്ലെങ്കിൽ തുടർച്ചയായിട്ട് വെച്ച ഇടതുപക്ഷം കേടുവരെന്ന് പറഞ്ഞവര് ഈ ഭയാനകമായിട്ടുള്ള അന്തരീക്ഷം മനസ്സിലാക്കണം. ഇനി നമ്മൾ ചിന്തിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള സൗഹാർദ്ദം. LDF മണ്ഡലം ചെയർമാൻ T ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. CPI ജില്ലാ സെക്രട്ടറി സുമലത മോഹൻദാസ്, NCP ജില്ലാ സെക്രട്ടറി KP അബ്ദുറഹ്മാൻ, മുതിർന്ന CPI നേതാവ് K ഇസ്മയിൽ, മണ്ഡലം കൺവീനർ K പരമേശ്വരൻ, CPI മണ്ഡലം സെക്രട്ടറി MN കരുണാകരൻ, INL സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് അലി വെല്ലപ്പുഴ, സ്ഥാനാർത്ഥി മുഹമ്മദ് മൂസിൻ, LDF നേതാക്കളായ സുബൈദ സാഖ്, TK നാരായണദാസ്, NP വിനയകുമാർ, OK സെതൽവി, KC ജയപാലൻ, ജയകൃഷ്ണൻ പണനായകത്ത്, ഡോക്ടർ PK ഹരിദാസ് തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിക്കുന്നതിനായി NP വിനയകുമാർ ചെയർമാനും TK ഗോപാലകൃഷ്ണൻ, MN കരുണാകരൻ എന്നിവർ കൺവീനർമാരുമായുള്ള 1501 അംഗ കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു.